ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു സ്നാക്സിന്റെ വീഡിയോ ആണ്. നമ്മുടെ ഈ വെണ്ടക്ക കൊണ്ടുള്ള ചെറിയൊരു സ്നാക്സ് ആണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറിയൊരു സ്നാക്സ് ആണ്. അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നുമില്ല. വെണ്ടയ്ക്ക രണ്ടൊന്ന് സംഭവം മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടും അധികം സമയം എടുക്കാണ്ടും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ്. അപ്പോൾ അതിലേക്ക് ഒന്ന് കയറാം. അപ്പൊ നമ്മള് ഒരു 11 വെണ്ടയ്ക്ക എടുത്തേക്കണം. വെണ്ടയ്ക്ക വലിപ്പം അനുസരിച്ച് നോക്കിയിട്ട് എടുത്താൽ മതി. ചെറിയ വെണ്ടയ്ക്ക എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ എടുക്കണമെങ്കിൽ ഒരുപാട് ഉണ്ടാവും. അപ്പൊ ഇത് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് ഇതേപോലെ ഒരു ഉണക്ക തുണിയിൽ കംപ്ലീറ്റ് വെള്ളം ഒന്ന് നമുക്കൊന്ന് തുടച്ചെടുക്കണം. വെള്ളം തുടച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞ് വേറെ ഒന്നുമല്ല, വെണ്ടയ്ക്കാണല്ലോ അരിയുമ്പോഴത്തേക്ക് ഒരു വഴുവഴുപ്പ് പോലെയൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ ഞാനത് കഴുകി വെച്ചതാണ്. ജസ്റ്റ് ഒന്ന് തുടച്ച് എടുക്കുക. എല്ലാം ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കാം നമുക്ക്. നല്ല കിളുന്തോണ്ടൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇപ്പൊ ഇവിടെ അത്രയും കിളുന്ത ഉണ്ടായില്ല. എനിക്ക് കിട്ടിയത് ഏകദേശം ഒരു ഇച്ചിരി മൂപ്പത്തിയ ടൈപ്പാണ്. കിളുന്താണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്കിത് ഉണ്ടാക്കിയിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാനത് ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാമെന്ന് ഉദ്ദേശിച്ചത്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണത്. അപ്പോൾ വെണ്ടക്ക കുറച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മുറിച്ചെടുക്കാം. നമുക്ക് ഈ വെണ്ടക്ക ഒന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഇതിൻ്റെ ഈ അറ്റം എല്ലാത്തിൻ്റെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത്. നമുക്കിത് ഒന്ന് വട്ടം മുറിച്ചെടുക്കുകയല്ല. വട്ടം മുറിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ചെറിയ പീസായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. എല്ലാം ഇതേപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ അടുത്തപ്പോൾ നമ്മൾ വെണ്ടയ്ക്കയെല്ലാം നല്ലപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മുളക് പൊടി ഇറക്കുന്നുണ്ട്. മുളക് പൊടി എന്ന് വെച്ചാൽ ആ ഒരു കളർ കിട്ടാൻ വേണ്ടി ചെറിയൊരു എരിവിന് വേണ്ടി മാത്രമായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചിട്ട് കൊടുത്താൽ മതി. അത് പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരുപാട് എരിവൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാവും. പിന്നെ അടുത്തായി ചേർക്കാനുള്ളത് കോൺഫ്ലവർ പൗഡറാണ്. അവിടെ അല്പം വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സംഭവമൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇത് നമുക്കൊരു ഗ്യാസിലേക്ക് ചട്ടി എടുത്ത് എടുക്കാം. ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നല്ലപോലെ ചട്ടി ചൂടായി വരട്ടെ. അപ്പോഴത്തേക്കൊക്കെ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എന്നാൽ ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്കൊക്കെ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയിൽ വറുക്കാനുള്ള ആവശ്യത്തിനുള്ള ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ മുങ്ങി ഒന്ന് നടക്കുന്ന രീതിയിൽ എണ്ണ ഒന്ന് ശരിക്കും ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ നല്ലപോലെ തിളച്ച് വരണം. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് അരിഞ്ഞ് വെച്ചിട്ട് വെണ്ടയ്ക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് നല്ലപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് വറുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ വെണ്ടക്ക ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്.
ഇതേപോലത്തെ ഈ സ്നാക്സ് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ വീഡിയോസുമായിട്ട് ഞാൻ ഇതേപോലെ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.